മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുട്ടിക്കാലത്തുണ്ടായ ഒരു വഴക്ക്, ഇതിന്റെ പ്രതികാരം തീർക്കാൻ എടുത്തത് 62ഓളം വർഷങ്ങൾ. 62ാം വയസ്സിൽ തന്റെ കുട്ടിക്കാലത്തെ പ്രതികാരം തീർക്കാൻ വന്ന ഒരു വ്യക്തി. ആക്രമണങ്ങൾ പൊതുവെ പറയാൻ ഇഷ്ടപ്പെടുന്ന, പ്രൊമോട്ട് ചെയ്യുന്നത് ആളുകളല്ല എങ്കിൽ പോലും ഒരൽപ്പം കൗതുകമുണർത്തുന്ന ഒരു കേസായതുകൊണ്ട് ഇങ്ങനെയൊരു വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വലിയ രീതിയിൽ ആവേശത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നാണ് ഇത്തരത്തിലൊരു സംഭവം, അതായത് തന്റെ കുട്ടിക്കാലത്തുണ്ടായ വഴക്കും പ്രതികാരവും തീർക്കാൻ 62ാം വയസ്സ് വരെ കാത്തിരുന്ന ഒരാളുടെ കഥ, ഒരു കേസ് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചർച്ചയായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയുടെ മലയോര ഗ്രാമമായിട്ടുള്ള വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ വളരെ കൗതുകം നിറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തല്ലിയ സഹപാഠിയുടെ 2 പല്ലുകളും അടിച്ചു കൊഴിച്ചു എന്നതാണ് കേസ്. അതും 62ാം വയസ്സിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പകവീട്ടൽ നടത്തിയിരിക്കുന്നത്. മാലോം വെട്ടിക്കൊമ്പിൽ ഹൗസിൽ VJ ബാബുവിന്റെ 2 പല്ലുകളാണ് സഹപാഠിയായ മാലോത്തെ ബാലകൃഷ്ണനും സുഹൃത്ത് മാത്യു വലിയപ്ലക്കലും ചേർന്നുകൊണ്ട് അടിച്ച് പറിച്ചതെന്നാണ് വിവരം. കുട്ടിക്കാലത്തുണ്ടായ തല്ലിനെ ചൊല്ലി 2 ദിവസം മുമ്പ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് പരിഹരിക്കപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. പക്ഷേ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടെ മാലോം ടൗണിലെ ജനതരംഗം ഹോട്ടലിന് മുമ്പിൽ വെച്ച് അവിടെ നിൽക്കുകയായിരുന്ന ബാബുവിന്റെ 4ാം ക്ലാസ്സിൽ വെച്ച് തല്ലിയത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് ബാലകൃഷ്ണൻ ആക്രമിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ മാത്യു കല്ലുകൊണ്ട് ബാബുവിന്റെ മുഖത്തും പുറത്തും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ബാബുവിന്റെ 2 പല്ലുകളും കൊഴിയുകയും ഇതിന്റെ ഭാഗമായിട്ട് നിരവധി മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. മുഖത്തും പുറത്തും പരിക്കേറ്റ ബാബുവിനെ പൂങ്കല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നീട് പരിക്ക് സാരമുള്ളതായതിനാൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു വിടുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടറും മറ്റ് ചികിത്സാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇയാളെ മാറ്റുകയുണ്ടായി. മാലോത്തു നിന്നും പൂടംകല്ലിലേക്കും അവിടെ നിന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്കുമായി 100 കിലോമീറ്ററാണ് ബാബുവിനെ ചികിത്സയ്ക്കായി സഞ്ചരിക്കേണ്ടി വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. സംഭവത്തിൽ എന്തായാലും വെള്ളരിക്കുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. SIP ജയരാജന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിവരുന്നതെന്നാണ് വിവരം. അതേസമയം നിയമങ്ങളെയൊക്കെ ഇത്തരത്തിൽ കാറ്റിൽ പറത്തുന്ന, അല്ലെങ്കിൽ നിയമങ്ങളുണ്ട് എന്ന് പോലും ഓർക്കാത്ത പലതരത്തിലുള്ള ആക്രമണ സംവിധാനങ്ങളാണ് ഇന്ന് പലപ്പോഴും പല രീതിയിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള അക്രമ പരമ്പര ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. തലസ്ഥാന നഗരിയിൽ പോലും ഇത്തരത്തിൽ ചെറിയ വിഷയം പോലും വലുതാക്കി കാണിച്ച് വലിയ ആക്രമ രീതികളിലേക്ക് പോകുന്നത് സ്ഥിരമായി മാറുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പേരക്കോണത്ത് നടന്നിട്ടുള്ള 2 പേർ തമ്മിലുള്ള വഴക്കെന്ന് പറയുന്നത്. അതായത് തിരുവനന്തപുരം പേരക്കോണത്ത് ചുമട്ടുതൊഴിലാളിയെ ക്രൂരമായിട്ട് 2 സഹോദരങ്ങൾ ചേർന്ന് ആക്രമിച്ചൊരു സംഭവമുണ്ട്. പേരക്കോണം സ്വദേശികളായ വിൻസെന്റ്, ചന്ദ്രബോസ് എന്നിവരായിരുന്നു വർഗീസ് എന്ന് പറയുന്ന ആളെ ഇത്തരത്തിൽ ആക്രമിച്ചത്. 3 ചുമട്ടുതൊഴിലാളികളായി ജോലി ചെയ്യുന്നവരാണ്. കഴിഞ്ഞ 17-ന് വൈകിട്ട് 5 മണിയോടെ പേരക്കോണത്ത് അവിടെ നിന്നായിരുന്നു ആക്രമണം നടത്തിയത്. പണി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വർഗീസിനെ ഇരുവരും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന വളഞ്ഞ ഇരുമ്പ് കൊളുത്ത് വർഗീസിന്റെ ജനനേന്ദ്രിയത്തിൽ കുത്തിയിറക്കുകയായിരുന്നു. ചുമട്ടുതൊഴിലാളി യൂണിയൻ ഭാരവാഹിയായിരുന്നു വർഗീസ്. INTUC യൂണിയൻ പേരക്കോണം യൂണിറ്റ് കൺവീനറായും പ്രവർത്തിക്കുന്നുണ്ട്. വിൻസെന്റും ചന്ദ്രബോസും മുൻപ് INTUC യൂണിയനിലാണ് പ്രവർത്തിച്ചിരുന്നത്. 4 വർഷം മുമ്പ് ഇതിലൊരാൾ INTUC യൂണിയനിലും മറ്റൊരാൾ CITUവിലേക്ക് മാറുകയായിരുന്നു. ഇതിനിടയിൽ വർഗീസുമായി ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്നുണ്ടായ മുൻവൈരാഗ്യം ആക്രമണത്തിലേക്ക് കലാശിക്കുകയുമാണ് ചെയ്തത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ വെഞ്ഞാറമൂട്ടിൽ നിന്ന് പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ആര്യങ്കോട് SHO തൻസീം അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിലും CPO അരുൺ, ഷാഡോ സംഘങ്ങളായിട്ടുള്ള
ബൈജു, നവീൻ, വിനീഷ് എന്നിവരെ ഉൾപ്പെടുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. എന്തായാലും കേരളത്തിൽ പല നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ സത്യം പറയുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ്, നിയമമുണ്ട്, നടപടികൾ എടുക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് പ്രത്യേകമായി കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നത്.